വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആദ്യം പടമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയ ഗവർണർ കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കൊന്ന പോളിന്റെ പാക്കത്തെ വീട്ടിലുമെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. മാസങ്ങൾക്ക് മുൻപ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരിയിലെ പ്രജീഷിന്റെ വീടും സന്ദർശിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്താണ് ഗവർണർ മടങ്ങിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാലിഗദ്ദയിലെ അജീഷിന്റെ വീട്ടിലെത്തിയ ഗവർണർ ബന്ധുക്കളുമായി സംസാരിച്ചു. പരാതികൾ കേട്ടു. പുറത്തേക്ക് ഇറങ്ങിയതോടെ നാട്ടുകാരുടെ പരാതി പ്രവാഹം. തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന ഗവർണറുടെ ഉറപ്പ്. I have not come here to make a survey about what can be done. I have come here to convey my sympathies to the bereaved families. But whatever you have given, I assure you, whatever best I can do, I shall try. Okay, sir. Thank you, sir. പിന്നാലെ പാക്കത്തെ പോളിന്റെ വീട്ടിലെത്തിയ ഗവർണർ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ബുദ്ധിമുട്ടുകളെല്ലാം ഗവർണറെ അറിയിച്ചെന്ന പോളിന്റെ ഭാര്യ സാലി. വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പിന്നെ മെഡിക്കൽ കോളേജ് എന്നുള്ള പേരുള്ളൂ, ചികിത്സ കിട്ടാതെ മരിച്ചതാണെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസത്തോടെയുള്ള എൻ്റെ മകളുടെ അഭിപ്രായം, ഞങ്ങളുടെ ആൾക്കാരുടെ എല്ലാവരുടെയും. ഈ കാര്യങ്ങളൊക്കെ ഗവർണറെ അറിയിച്ചു. ഈ കാര്യം ഒക്കെ അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശത്ത് കാട്ടാനയാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് കഴിയുന്ന 16-കാരൻ ശരത്തിന്റെ വീടും ഗവർണർ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാക്കത്തെത്തിയിട്ടും ശരത്തിനെ കാണാതെ പോയതിൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഗവർണറുടെ സന്ദർശനം. മാസങ്ങൾക്ക് മുൻപ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരി കൂടല്ലൂർ സ്വദേശി പ്രജീഷിന്റെ വീട്ടിലുമെത്തി ബന്ധുക്കളെ കണ്ട ശേഷമാണ് ഗവർണർ മടങ്ങിയത്. മാനന്തവാടി രൂപതാ ബിഷപ്പുമായി കൂടിക്കാഴ്ചയും കഴിഞ്ഞ ശേഷം ഗവർണർ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിക്കും. റിപ്പോർട്ടർ, വയനാട്.